ചെറിയ ബഡ്ജറ്റും പിന്നെ ഇതിൽ ഓരോ സീനും ഒരു ആക്ടർ ബേസ് കൊണ്ട് മാത്രം നടക്കുന്ന പരിപാടിയല്ല. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ലീഡ് റോള് മാത്രമേ ചെയ്യുള്ളൂ അങ്ങനെയൊന്നുമില്ല. ഹാൻഡ്സ് ഓഫ് ടു സമ്മതിച്ചോട് ഇവിടെ നോട്ട് ചെയ്ത് വെച്ചോ. ഫ്യൂച്ചറിൽ കുളിക്കും. ആ ബഡ്ജറ്റിനെ തീർത്തതിൽ ഞാൻ കൈയടിച്ച് സമ്മതിക്കണം. ഞാൻ അവസാന പ്രൊജക്റ്റ് അവസാന ഔട്ട് കണ്ടിട്ട് പറയാനുള്ളത് ആസ് എ പ്രേക്ഷകൻ അഭിനയിച്ചവെന്ന രീതിയിൽ പറഞ്ഞല്ലോ, സ്വന്തം പടത്തിൽ തവണല്ല. ആ പ്രേക്ഷകൻ എന്ന രീതിയിൽ ഈ ചെറിയ ബഡ്ജറ്റും പിന്നെ ഇതിൽ ഓരോ സീനും ഒരു ആക്ടർ ബേസ് കൊണ്ട് മാത്രം നടക്കുന്ന പരിപാടിയല്ല. ലൈറ്റിംഗ് ആയിക്കോട്ടെ, അതിന്റെ ആംഗിൾ ആയിക്കോട്ടെ, മേക്കിംഗ് ഡിമാൻഡ് ചെയ്യുന്ന മ്യൂസിക്, എവറിത്തിങ്, അതെല്ലാം കൂടി വെച്ച് ഒരു നല്ല ഡീസന്റ് ഔട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹാൻഡ്സ് ഓഫ് ടു സമ്മതിച്ചോട് ഇവിടെ നോട്ട് ചെയ്ത് വെച്ചോ. ഫ്യൂച്ചറിൽ കുളിക്കും. അപ്പം ഇനി നോർമലി ഒരു ഹീറോ ലെവൽ എന്ന് പറയുമ്പോൾ എനിക്ക് ഇച്ചിരി ഹൈപ്പ് കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് ഇച്ചിരി സ്പേസ് കിട്ടുന്ന ഒരു ഇതാ നോർമലി എല്ലാവരും ചിന്തിക്കുന്നത്. അപ്പോൾ ലീല എന്ന കഥാപാത്രം കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ ഇനി വരുന്ന കഥാപാത്രങ്ങൾ അതുപോലെ ഒരു കഥാപാത്രങ്ങളായിരിക്കണം, ഓഡിയൻസിലേക്ക് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു കഥാപാത്രങ്ങളായിരിക്കണം എന്നൊക്കെ തോന്നുന്നു. അത് കിട്ടുന്ന കഥാപാത്രങ്ങളിൽ നല്ലൊരു ക്രൂ അങ്ങനെ ഒരു ഇതാണ്. എന്റെ ഡിസിഷൻ ആണോ ചോദിക്കുന്നത്? എനിക്ക് എന്താ പറയാ, ഇനിയിപ്പോ ഇറങ്ങാനുള്ളത് എനിക്കിപ്പോ ഒരു 3 പടം ഇറങ്ങാനുണ്ട്. അപ്പൊ അതില് 2 ലീഡ് റോളാണ്, 1 ക്യാരക്ടർ റോളാണ്. അപ്പൊ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ലീഡ് റോള് മാത്രമേ ചെയ്യുള്ളൂ അങ്ങനെയൊന്നുമില്ല. അതായത് എനിക്ക് പെർഫോം ചെയ്യാൻ എന്താണോ ഉള്ളത് അത് നോക്കിയിട്ടാണ് ഞാൻ ഇതുവരെയും ചൂസ് ചെയ്തോണ്ടത്. ലൈക്ക് ഞാനിപ്പോ എനിക്ക് സ്ക്രിപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ജഡ്ജ്മെന്റ് ഉണ്ടാവാറില്ല ഇടയ്ക്ക്. അപ്പൊ ഞാൻ ചിലപ്പോ ഹസ്ബൻഡ് അല്ലെങ്കിൽ എൻ്റെ ചേട്ടൻ അല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും ഫ്രണ്ട്സ് അങ്ങനെ ആരെയും കൊണ്ടെങ്കിലും ഒരു മിനിമം ഒരു 3 പേരെ കൊണ്ട് ഞാൻ വായിപ്പിക്കും. എന്നിട്ട് എല്ലാവരുടെയും ഡിസിഷൻ അല്ലെങ്കിൽ അവരെന്താണ് അവരുടെ അഭിപ്രായങ്ങൾ ഞാൻ കേൾക്കും. അപ്പോൾ ഇവരെല്ലാവരും എന്നോട് പറയുന്നത് തന്നെയാണ്, നിനക്ക് എന്താണോ പെർഫോം ചെയ്യാനുള്ളത് നോക്കുക, നിന്റെ കാര്യം നീ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നു, നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അത് നീ ചെയ്യുക. അല്ലാണ്ട് നീ വരുന്ന പടത്തിൽ ലീഡ് ഒരേ രീതിയിൽ ലീഡ് ചെയ്തെന്ന് വെച്ചാൽ അടുത്തത് ലീഡ് മാത്രമേ ചെയ്യുള്ളൂ അങ്ങനെയൊന്നുമില്ല. ആ ബഡ്ജറ്റിനെ തീർത്തതിൽ ഞാൻ കൈയടിച്ച് സമ്മതിക്കണം. ഞാൻ അവസാന പ്രൊജക്റ്റ് അവസാന ഔട്ട് കണ്ടിട്ട് പറയാനുള്ളത് ആസ് എ പ്രേക്ഷകൻ അഭിനയിച്ചവെന്ന രീതിയിൽ പറഞ്ഞല്ലോ, സ്വന്തം പടത്തിൽ തവണല്ല. ആ പ്രേക്ഷകൻ എന്ന രീതിയിൽ ഈ ചെറിയ ബഡ്ജറ്റും പിന്നെ ഇതിൽ ഓരോ സീനും ഒരു ആക്ടർ ബേസ് കൊണ്ട് മാത്രം നടക്കുന്ന പരിപാടിയല്ല. ലൈറ്റിംഗ് ആയിക്കോട്ടെ, അതിന്റെ ആംഗിൾ ആയിക്കോട്ടെ, മേക്കിംഗ് ഡിമാൻഡ് ചെയ്യുന്ന മ്യൂസിക്, എവറിത്തിങ്, അതെല്ലാം കൂടി വെച്ച് ഒരു നല്ല ഡീസന്റ് ഔട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹാൻഡ്സ് ഓഫ് ടു സമ്മതിച്ചോട് ഇവിടെ നോട്ട് ചെയ്ത് വെച്ചോ. ഫ്യൂച്ചറിൽ കുളിക്കും. അപ്പോൾ എത്രത്തോളം സ്ട്രഗിൾ എല്ലാവരും പറയുന്നത് സിനിമയിൽ വരാൻ എളുപ്പമാണ്, നിലനിൽക്കാനാണ് പാടുന്നത്. അപ്പോൾ ചേട്ടനും ഒരുപാട് സിനിമകൾ ചെയ്യുന്നു. അപ്പം കഥാപാത്രങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഒരു ചെറിയ പ്രോസസ് അല്ല. ഇപ്പോഴും സ്ട്രഗിളിങ് ഫേസ് ചെയ്യുന്നുണ്ടോ? അതേ ഉള്ളല്ലോ. ഇപ്പൊ ഞാനൊരു തുറന്നു പറഞ്ഞ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ കഴിഞ്ഞൊരു 6-7 മാസം ഓടിയ റിസൾട്ട് ഉണ്ടാക്കിയ സിനിമകൾ അതിന് മുമ്പോട്ടുള്ള ഒരു കുറച്ച് നാളെടുത്ത് ഇപ്പൊ നമ്മുടെ ജാനേമൻ മുതൽ ജാനേമൻ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ആവേശത്തിന് മുമ്പ് നമ്മുടെ ഒജബോട്ട് സിനിമയുടെ രോമാഞ്ചമാണെങ്കിലും അത് കഴിഞ്ഞപ്പോഴത്തോട്ടല്ല ബ്രദർ ശരിക്കും അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന കാസ്റ്റ് ഒന്ന് ശരിക്കും എടുത്ത് നോക്കിയാൽ റീൽസ് ചെയ്ത് പ്രൂവ് ചെയ്ത ആൾക്കാരെയാണ് പിക്ക് ചെയ്തേക്കുന്നത്. ഐ മീൻ ആക്ടേഴ്സായി. അപ്പൊ ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കഥ കോൺസെപ്റ്റ് ഉണ്ടാക്കുന്ന പുതുമ എന്നും വേണം മലയാള സിനിമയ്ക്ക്. പടം മുന്നോട്ട് പോകുക, മാർക്കറ്റ് ആകും അപ്പം ഇപ്പോഴത്തെ നമ്മളിപ്പോ റീസെന്റ് കണ്ട സിനിമ നോക്കുകയാണെങ്കിൽ പുതുമുഖങ്ങളാണ്. പക്ഷെ ആ പുതുമുഖങ്ങൾ കൊണ്ടുവരുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ചെറുതല്ല. അപ്പം ഇറങ്ങിയ ഇവരൊക്കെ ഇത്ര നാൾ ഇവിടെ ആയിരുന്നു, ഇത്രയും സിനിമയ്ക്ക് തന്നെ ഉണ്ടാകുന്ന ഒരു ഇപ്പൊ വാഴ ഇറങ്ങിയ ലേറ്റസ്റ്റ് ആയിട്ട് ബാലൻ ഇറങ്ങിയാൽ 1-2 താരങ്ങളേ ഉള്ളൂ അറിയപ്പെടുന്നത്, ബാക്കി എല്ലാം പുതുമുഖങ്ങളാണ്. അപ്പം എത്രത്തോളം സ്ട്രഗിൾ എല്ലാവരും പറയുന്നത് സിനിമയിൽ വരാൻ എളുപ്പമാണ്, നിലനിൽക്കാനാണ് പാടുന്നത്. അപ്പം ചേട്ടനും ഒരുപാട് സിനിമകൾ ചെയ്യുന്നു. അപ്പം കഥാപാത്രങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഒരു ചെറിയ പ്രോസസ് അല്ല. ഇപ്പോഴും സ്ട്രഗിളിങ് ഫേസ് ചെയ്യുന്നുണ്ടോ? അതേ ഉള്ളല്ലോ. ഇപ്പൊ ഞാനൊരു തുറന്നു പറഞ്ഞ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ കഴിഞ്ഞൊരു 6-7 മാസം ഓടിയ റിസൾട്ട് ഉണ്ടാക്കിയ സിനിമകൾ അതിന് മുമ്പോട്ടുള്ള ഒരു കുറച്ച് നാളെടുത്ത് ഇപ്പൊ നമ്മുടെ ജാനേമൻ മുതൽ
ജാനമൻ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ആവേശത്തിന് മുമ്പ് നമ്മുടെ ഓജോബോട്ട് സിനിമയുടെ രോമാഞ്ചമാണെങ്കിലും അത് കഴിഞ്ഞപ്പോഴത്തോട്ടല്ല ബ്രദർ ശരിക്കും അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന കാസ്റ്റ് ഒന്ന് ശരിക്കും എടുത്ത് നോക്കിയാൽ റീൽസ് ചെയ്ത് പ്രൂവ് ചെയ്ത ആൾക്കാരെയാണ് പിക്ക് ചെയ്തേക്കുന്നത്. ഐ മീൻ ആക്ടേഴ്സ് ആയി. അപ്പൊ ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കഥ കോൺസെപ്റ്റ് ഉണ്ടാക്കുന്ന പുതുമ എന്നും വേണം മലയാള സിനിമയ്ക്ക്. അല്ലെങ്കിൽ അതൊരു പാക്കേജ് ആയിരിക്കും. നമ്മൾ ഈ പറയുന്ന സോ കോൾഡ് മാർക്കറ്റുള്ള ഇത്ര കോടി ഇവനെ വെച്ച് ചെയ്ത ബിസിനസ് കിട്ടും, ഇന്ന ഡയറക്ടർ ചെയ്യുന്നുണ്ട്, ഇന്ന പ്രൊഡ്യൂസർ ആ പിടിച്ചോ എന്ന് പറഞ്ഞ് പിടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കുറെ കോംപ്രമൈസ് ചെയ്താലും കുഴപ്പമില്ല. ഹോൾ പാക്കേജ് സ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. അതല്ലാതെ ഒരു പുതുമയുള്ള സബ്ജക്റ്റും കൊണ്ട് പുതിയ ഡയറക്ടർ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന വർക്ക് ആക്കാന്ന് പറഞ്ഞാൽ പിന്നെ റിയലിസ്റ്റിക്കലി കറക്റ്റ് കാസ്റ്റ് ചെയ്യണം, കറക്റ്റ് ടെക്നീഷ്യനെ സെലക്ട് ചെയ്യണം, റിസൾട്ട് ഉണ്ടാക്കാതെ രക്ഷയില്ല. അപ്പൊ താഴോട്ട് ഇറങ്ങും. അതിന് പറ്റിയ ആൾക്കാരെ സെലക്ട് ചെയ്യാൻ ഇന്ന് വളരെ എളുപ്പമാണ്. നമ്മുടെ മുമ്പിൽ ഇവിടുത്തെ റീൽസ് നോക്കിയാൽ തന്നെ നമ്മുടെ ക്യാരക്ടേഴ്സിനെ ചിലപ്പോൾ തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ ഗണപതി നമ്മുടെ ഇപ്പൊ ബാലനിലാണെങ്കിലും അവരുടെ മുമ്പത്തെ പടങ്ങളിലായാലും കാസ്റ്റിങ്ങിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ആ കാസ്റ്റിങ്ങിന് ഇമ്പോർട്ടൻസ് എത്രത്തോളം കൊടുക്കുന്നു അത്രയും റിസൾട്ട് വരും. അത്രയും റിസൾട്ട് വരുമ്പോൾ ഹോൾ ടീമിനാണ് റിസൾട്ട് കിട്ടുന്നത്. ഒരിപ്പോ ഈ ഒരു പ്രോജക്റ്റിന് വളരെ നല്ല റിസൾട്ടും ഒരു അപ്രിസിയേഷനും പുറത്ത് കിട്ടിയാൽ അതിന്റെ റിസൾട്ട് ഈസ് ഗോയിങ് ഫോർ ഡയറക്ഷൻ ടീം, ക്യാമറ ടീം. ഒരു വിജയം ഉണ്ടായാൽ മാത്രമാണ് അതിൽ നിന്നുള്ള ആൾക്കാരെ ഒറ്റ നോക്കുകയുള്ളൂ. 5 പടത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഒരു റിസൾട്ട് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എക്സ്ട്രാ ഓർഡിനറി ടാലന്റ് ആയിട്ടുള്ള ആളായിരിക്കണം. അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി PR വർക്ക് ചെയ്യാൻ പറ്റണം. നമുക്ക് അതേപോലെ ആൾക്കാരിൽ ഇപ്പൊ കാസ്റ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുമ്പിൽ ഈ മുഖം ഓർമ്മ വരണം, ഈ ക്യാരക്ടർ ഓർമ്മ വരണം. അതിനൊന്നില്ലെങ്കിൽ നമ്മൾ ആ സർക്കിളിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് സംസാരിച്ചുകൊണ്ടിരിക്കണം. ഇതിന്റെ ഇടയിൽ കൂടി ഇത് എങ്ങനെ നുഴഞ്ഞു കയറുമെന്ന് ഞാൻ ആലോചിച്ചിട്ട് എത്തും പിടിയിലിട്ടാവുന്നത്.